ഇന്നെന്റെ വെഡിങ് ഡേ ആണ് and I'm really excited about it and I hope Achu is also excited about that. Someday when we see the video, I think we'll be very happy, like thinking about all the tension that we felt today and all the excitement that we had the whole way. കൂടുതലൊന്നും പറയാനില്ല, I'm really tense now. അനുപമേനെ കോളേജിൽ വെച്ച് പരിചയപ്പെട്ട അനുപമേനെ ചിച്ചുവിനെയാണ് വിളിക്കണേ. ചിച്ചു ഭയങ്കര എനർജറ്റിക് ക്യാരക്ടറാണ്. വന്നപ്പോൾ തൊട്ട് കണ്ടുപിട്ടിയപ്പോൾ തൊട്ട് ഫുൾ ടൈം ഹാപ്പി, 24 hours ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു വലിയ സ്മൈൽ, 24 കാരറ്റ് സ്മൈൽ ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു എനർജറ്റിക് ക്യാരക്ടറാണ്. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് പുള്ളിക്കാരിയുടെ. ഇന്നും വെഡിങ്ങിൻ്റെ സമയത്തും പുള്ളിക്കാരി ഫുൾ ഹാപ്പി ആയിട്ട്. കുറേ നാളത്തെ ഒരു ഡ്രീം മൊമെന്റ് ആയിരുന്നു. വെഡിങ്ങിന്റെ സമയത്ത് ഫുൾ എല്ലാം ബ്ലർഡ് ആണെങ്കിലും എല്ലാവരും ബ്ലർഡ് ഡ്രീമി ഫീൽ ആണ് ഫുൾ. ഞാൻ ആദ്യം അച്ഛനെ കണ്ടപ്പോൾ ഭയങ്കര പാവം നിഷ്കളങ്കൻ ലുക്കായിട്ടാണ് ഫീൽ ചെയ്തത്. I never thought I'd end up with him. കാരണം ഞങ്ങളുടെ വൈബ് എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. ഞാൻ വളരെ ടോക്കറ്റീവ്, പുള്ളി വളരെ സൈലൻറ്റ്. ഒരിക്കലും മാച്ച് ആയി പോവില്ല എന്ന് വിചാരിച്ചു. ബട്ട് വെൻ വി ടോക്ഡ് എവറിത്തിങ് ക്ലിക്ഡ്, എവറിത്തിങ് ഫെൽ ഇൻ ടു പ്ലേസ്. വളരെ ഹാപ്പിയാണ് ഇത്രയും എല്ലാം കഴിഞ്ഞ് ഇവിടം വരെ എത്തിയതിൽ. ഞാനും അച്ചു ആക്ച്വലി സെയിം ഏജാ. ഞാൻ 1 year ചെറുതാണ്, പക്ഷെ എന്നാലും പക്ഷെ അച്ചു ഭയങ്കര പാവം ചെറിയ കുട്ടിയെ പോലെ എനിക്ക് തോന്നാറുണ്ട്. ചേച്ചിന്നൊക്കെ തന്നെ വിളിക്കുന്നത്, പക്ഷെ എന്നാലും സെയിം ഏജ് ആ ഒരു ഇതേ തോന്നിയിട്ടില്ല. ഏകദേശം എന്നെ പോലെ തന്നെയാണ്, കാമൻ ക്വൈറ്റാണ്. പക്ഷെ എന്നെക്കാളും നല്ല മെച്യൂരിറ്റി ഉണ്ട്. എനിക്ക് നെഗറ്റീവ് ഒന്നും പറയാൻ ഇല്ലാത്ത ചുരുക്കം ചില ആളുകളിൽ ഒരാളാണ് അച്ചു. ഇപ്പൊ നെഗറ്റീവ് ഒന്നും പറയാനുണ്ടെങ്കിൽ ഒരിക്കലും ആരോടും നോ പറയില്ല എന്നുള്ളതാണ്. അത് ശരിയാ, ആരോടും ഒരു കാര്യത്തിന് അച്ഛൻ നോ പറയണ കണ്ടിട്ടില്ല. അപ്പൊ അച്ഛനും അനുപമയ്ക്കും ഓൾ ദി ബെസ്റ്റ്, ഹാപ്പി മാരീഡ് ലൈഫ്. ആക്ച്വലി അനുവും ഞാനും സ്കൂൾ തൊട്ടാണ് ഫ്രണ്ട്സ് ആയത്. നമ്മൾ കുറച്ച് മുന്നേയൊക്കെ കൂടെ പഠിച്ചിട്ടുണ്ടെങ്കിലും +1 +2 കൂടുതലും ആ ബോണ്ട് സ്ട്രോങ് ആയത്. ഭയങ്കര ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. ഇപ്പോൾ കോളേജായി നമ്മളെല്ലാം വേറെ വേറെ കോളേജ് ആണെങ്കിലും നമ്മൾ അതേ മെയിൻറ്റെയിൻ ചെയ്ത് എപ്പോഴും മീറ്റ് ചെയ്യും. ലൈക്ക് യൂണിവേഴ്സിറ്റി എക്സാം കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് കിട്ടുമല്ലോ, അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് മീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ഉടനെ വിളിക്കുകയാണെങ്കിൽ പറഞ്ഞോ, എന്നിട്ട് കട്ട് മോട്ടിവേഷനാണ്. ആദർശ് അനുവും കൂടി കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ഹാപ്പിലി എവർ ആഫ്റ്റർ ആയിട്ട് കഴിയട്ടെ. ഹാപ്പി മാരീഡ് ലൈഫ്.
പോസ്റ്റ് ചെയ്തു.